ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരുങ്ങിക്കിട്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബേബീൻ്റെ നെയിമിങ് സെറിമണിയാണ് ഇന്ന്. 28 ഡേയ്സായി. അപ്പം അവിടെ പേര് വിളിയാണ് കേട്ടോ. നമ്മൾ 28 വിളി, പേര് വിളി അങ്ങനെ പലതും പറയും. അപ്പം കല്ലു റെഡിയാണ്, ഞാൻ റെഡിയാണ്, അമ്മ റെഡിയാണ്. ഞങ്ങളുടെ സ്ഥിരം വണ്ടിയായ ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതേ കല്ലു ഇങ്ങനെ ഓട്ടോയിലെ അയണ്ണെ തുറിച്ച് നോക്കുകയാണ്. നിങ്ങളേതാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ അതേ കുറേ നേരം അവരുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിലോട്ട് കയറി പോകുന്ന വഴിയിൽ ബേബിക്ക് 2 ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒരു ഉടുപ്പും ചെറിയൊരു റിങ്ങൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകണം. കല്ലൂനെയൊക്കെ കൂട്ടി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കണം. നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടും കാര്യമില്ല. കാരണം അവന് വിശക്കുമ്പോഴല്ലേ അവൻ കഴിക്കുക. അവനൊരു 10 മണി 10:30 ആകുമ്പോഴാണ് ഒരു ചെറിയൊരു വിശപ്പ് വരുന്നത്. പക്ഷേ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നാലും രാവിലെ തന്നെ അവന് കുറച്ച് മുത്താറിയോ അമൃതമോ എന്തൊക്കെയോ കുറച്ച് കൊടുത്തു. ഒരു ലേശമൊക്കെ കഴിച്ചു. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ചീൻ്റെ ഡ്രസ്സാണ്, അമ്മ ഇട്ടിരിക്കുന്നത് എൻ്റെ ഡ്രസ്സാണ്. ഞങ്ങൾ ഫുള്ള് സ്വാപ്പിംഗ് ആണ് ഗൈസ്. എൻ്റെത് അവരിടും, അവരുടേത് ഞാനിടും. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സൈസ് മതി. എക്സലാണ് ഞങ്ങൾ 3 ആളും യൂസ് ചെയ്യുന്നത്. അത് ഒരാളിടുമ്പോൾ ചിലപ്പോൾ ഓൾട്ടർ ചെയ്യും, മറ്റേ അത് കുറച്ച് ലൂസാക്കും, വീണ്ടും ടൈറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അങ്ങനെ ഓക്കെ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അവൾക്കൊരു ഡ്രസ്സ് എടുക്കുവാണേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കല്ലു ഇങ്ങനെ എനിക്കും വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അവൻ കുറേ എന്തൊക്കെയൊക്കെയോ നോക്കി, കുറേ എടുത്ത് പെറുക്കി എറിഞ്ഞു. പിന്നെ ഞാനൊരു ചെയർ ഉണ്ടായിരുന്നു, അതിലിരുത്തിച്ചു. അവനാണെങ്കിൽ ഈ ചെയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യല്ലോ, ഇങ്ങനെ റൗണ്ട് ആകുമ്പോൾ അവൻ എന്താ അതിലിരുന്നിട്ട് ഒന്നങ്ങോട്ട് തിരിയുന്നു, പിന്നെ ഇങ്ങോട്ട് തിരിയുന്നു, വീണ്ടും കറങ്ങുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, ഒന്നും പറയേണ്ട. അമ്മ ഡ്രസ്സ് എടുക്കുന്നത് വരെ ഇവൻ അതുള്ളത് കൊണ്ട് സമാധാനമായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര അലമ്പായന്. പിന്നെ ഞാനൊരു ഗോപിക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്, അത് പകുതിയും മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഒരു 12:30 ആകുമ്പോൾ അവിടെ എത്താമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം മോനെയൊക്കെ കൂട്ടി പോകുമ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്താൻ പറ്റില്ല. ഒരു 12 o'clock ആണ് അവൾ പറഞ്ഞ ടൈം കേട്ടോ. ഇപ്പം അതിന് മുന്നേ തന്നെ എത്താൻ പറ്റി. 11:30-11:45 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തി ഇങ്ങനെ അമ്മ ഇങ്ങനെ റിങ്ങൊക്കെ നോക്കുന്ന സമയത്ത് അവൻ എൻ്റെ മുടിയൊക്കെ പിടിച്ച് പറിച്ച് ഒരു നാശം പിടിച്ച കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന് മുന്നേ ഞങ്ങൾ അധികം പോകുന്ന ജ്വല്ലറിയാണ് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഞങ്ങളിവിടെയാണ് പോണത്. അപ്പോൾ അതെ, ഇവിടെ പോയ സമയത്ത് ആ ഏട്ടൻ ഇവന് ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാസങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളവിടെ പോയ സമയത്ത് ഇവൻ വീണ്ടും ബോൾ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓർത്ത് എന്തൊരു മെമ്മറിയാണ്. കാരണം ഞാനിത് മറന്നായിരുന്നു. ഇവൻ ഏട്ടനോട് ചോദിക്കുകയാണ് ബോൾ പക്ഷെ അവിടെ ബോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോന് അവിടെ എത്തി. അപ്പം ആതിരേൻ്റെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിലോ ഓ മൈ ഗോഡ്, കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരുപാട് ബലൂൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു. ഈശ്വര, ആ ഫങ്ഷൻ കഴിയണത് വരെ ഈ ബോളിന് ആയുസ് കൊടുക്കണേന്ന്. കാരണം ഇവൻ അതൊക്കെ കണ്ടാൽ പിന്നെ ഇവന് ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ അധികം ഫ്രണ്ടിലോട്ടാക്കിയില്ല, വീടിൻ്റെ ഫ്രണ്ടിൽ അധികം നിർത്തിയില്ല. ഞാൻ അവനെ പുറകിലും സൈഡിലൊക്കെ വെച്ചിട്ട് അവനെ കളിപ്പിച്ചു. അപ്പം ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി, എനിക്ക് ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞി ക്രാഡിലും പിന്നെ അതെ നല്ല ബേബീൻ്റെ ഫോട്ടോ വിത്ത് നെയിമൊക്കെ ഉള്ള ഒരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ നായിൻ്റെ വീടാണ് കേട്ടോ, കൂടാണ്. ഇപ്പം അവിടെ നായി ഇല്ലയെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ടില്ലല്ലോ ഞാൻ, അല്ലെങ്കിൽ കാണണ്ടാണല്ലോ, ഞാൻ ചോദിക്കാനും മറന്നുപോയി. അപ്പോൾ അതെ ഇങ്ങനെയാണ് ഡെക്കറേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഓർത്തു കല്ലുവിനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന് ഓർത്തു. പിന്നെ കല്ലുവാണെങ്കിൽ കരച്ചിലായിരുന്നല്ലോ, ഒക്കെ ഒരു കഥയാണ്. അപ്പോൾ അതെ ഇവിടെ ഒരുപാട് അലോവേര ജെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ കല്ലു അതൊക്കെ ഒബ്സർവ് ചെയ്യണേ. പിന്നെ അവനെയും കൊണ്ട് ഞാൻ നേരെ പുറകിലോട്ട് ഓടി. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവിടെ പോയിട്ട് അവൻ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. വെള്ളം ഇൻ ദ സെൻസ് ഈ നമ്മളെ തണുപ്പില്ലാണ്ടാണ് ഞാൻ അവന് കൊടുത്തത്. ഈ പാലും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉള്ളൊരു മിക്സാണ്, അതിൽ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള. ഞാൻ കഴിച്ചില്ല, എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇവനെ ഞാൻ അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. അത് മാത്രമേ അവൻ കഴിച്ചുള്ളൂ. അവിടുന്ന് ബിരിയാണി കൊടുത്തു, കഴിച്ചില്ല. ചോറും കറിയും കൊടുത്തു, കഴിച്ചില്ല. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അത് വെച്ച് കളിച്ചു.
അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ടാണ് മേഘ. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ അവിടെ കണ്ടു. എന്നാലും കല്ലു ഇങ്ങനെ ആ ബലൂൺ അവൻ്റെ മൈൻഡിലുണ്ട്. അവൻ ആ ബലൂൺസ് കണ്ടല്ലോ, അപ്പോൾ അവൻ്റെ മൈൻഡിൽ അതങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുവാണ്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് 2-3 ബലൂൺ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അതെടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്ന് അവിടെ നിന്നായി കളി. പിന്നെ അവിടെ നിന്ന് നിന്നും ചവിട്ടി ഉന്തിയൊക്കെ അത് വെച്ചായി. പിന്നെ ഇത് ആതിരേൻ്റെ ബ്രദറിൻ്റെ ബേബിയാണ്. അവനിങ്ങനെ നടക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കല്ലു ഇങ്ങനെയായിരുന്നു നടക്കുമ്പോൾ ഫസ്റ്റ് ടൈം നടക്കുന്ന സമയത്ത് 2 കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മൾ ഉറക്കത്തൊക്കെ നടക്കൂലേ, അതുപോലെയായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു. ഒന്ന് ബാലൻസ് ആകുമ്പം അതൊന്ന് ശരിയാവും. അപ്പോൾ അതെ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ എനിക്കൊന്ന് തുടങ്ങിയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇവരെയും കൊണ്ട് അപ്പുറത്തായിരുന്നേ. പിന്നെ ഏട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉറപ്പൊന്നും പറഞ്ഞില്ല. പറ്റിയാൽ വരാം എന്ന് പറഞ്ഞു. പക്ഷെ പറ്റി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നത്. പേരുകളൊക്കെ കഴിഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ചടങ്ങ് തുടങ്ങിയപ്പോൾ ഞാൻ കല്ലുവിനെ അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മേനോട് പറഞ്ഞു, അമ്മ നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരണ്ട, വന്നാൽ ശരിയാവില്ല, കാരണം ബലൂൺസ് കണ്ട് അവൻ വയലൻ്റ് ആവും. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ട്, കേട്ടോ വീഡിയോസൊക്കെ അങ്ങ് എടുത്തേക്കണേന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ദേ വാവയുടെ പേര് വിളിക്കുകയാണ്. പേര് ആർസൈൻ. അപ്പോൾ വാവയുടെ പേര് ആർസൈൻ എന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര വെറൈറ്റി നെയിം. ഞാൻ അപ്പം തന്നെ അത് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ ഫ്രഞ്ച് നെയിം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആർസൈൻ എന്നാണ്. പക്ഷേ കേട്ടവരൊക്കെ ആശ്രയി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അതവിടെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതേ വാവയ്ക്കൽ ഇങ്ങനെ എല്ലാവരും പാലൊക്കെ കൊടുത്ത് പേരൊക്കെ വിളിക്കുകയാണ്. നമ്മൾ പാലങ്ങനെ കൊടുക്കുകയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുള്ളൂ, ഒരു ചടങ്ങിന് വേണ്ടി മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഏട്ടനൊക്കെ വന്നു. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നേ. ഇല്ല അവിടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ വെയിലൊന്നുമില്ല. പുറത്ത് നല്ല ചൂടായിരുന്നു. കല്ലുനെയും കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓട്ടോന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ ചൂടെടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുന്നു, ഭയങ്കര വെയിലാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ, കാരണം ഈ കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം പിന്നെ അവനെന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ ഞാൻ അധികം വ്ളോഗൊന്നും എടുത്തില്ല. വീട്ടിലെത്തി അവന് കഞ്ഞി കൊടുത്തു, പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു വ്ളോഗ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.